2003 ഫെബ്രുവരി 1 7 ബഹിരാകാശ സഞ്ചാരികൾ നാസയുടെ കൊളംബിയ സ്പേസ് ഷട്ടിൽ ഭൂമിയിലേക്ക് തിരിച്ചു മടങ്ങുകയായിരുന്നു. അവരിലൊരാൾ ഇന്ത്യയ്ക്ക് വളരെ വേണ്ടപ്പെട്ട ആളായിരുന്നു. മിഷൻ സ്പെഷ്യലിസ്റ്റ് കൽപ്പന ചൗള. ഈ 7 സഞ്ചാരികൾ 2 ആഴ്ച ബഹിരാകാശത്ത് ചെലവഴിച്ചതിന് ശേഷം ഭൂമിയിലേക്ക് മടങ്ങുകയായിരുന്നു. അവരുടെ വീട്ടുകാരും സുഹൃത്തുക്കളും ശ്വാസം അടക്കിപ്പിടിച്ച് അവരെ കാത്തിരിക്കുകയായിരുന്നു. അവർക്കെല്ലാം ഈ യാത്ര സവിശേഷമായിരുന്നു. എന്നാൽ നാസയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സാധാരണ യാത്രയായിരുന്നു. കാരണം കൊളംബിയൻ സ്പേസ് മിഷൻ പ്രോഗ്രാമിൻ്റെ 28ാമത്തെ യാത്രയായിരുന്നു ഇത്. സമയം 8:44. സ്പേസ് ഷട്ടിൽ വീണ്ടും ഭൂമിയുടെ ഭ്രമണപഥത്തിലേക്ക് പ്രവേശിച്ചു. സംവിധാനങ്ങളെല്ലാം തന്നെ പ്രതീക്ഷിച്ച പോലെ പ്രവർത്തിച്ചു. എല്ലാം സാധാരണ പോലെ തോന്നി. നാസയുടെ ബഹിരാകാശ കേന്ദ്രങ്ങളിൽ ക്യാപ്സ്യൂൾ കമ്മ്യൂണിക്കേറ്റർ ക്യാപ്കോം ചാർലി ഹോബോ ആയിരുന്നു. ബഹിരാകാശ വാഹനങ്ങളുമായി ആശയവിനിമയം നടത്തിയിരുന്നത് ഹോബോയായിരുന്നു. കുറച്ച് മിനിറ്റുകൾക്ക് ശേഷം ചാർലി ഹോബോ സ്പേസ് ഷട്ടിലിലെ ബഹിരാകാശ യാത്രക്കാരുമായി ടയർ പ്രഷറിന്റെ റീഡിങ്ങിനെക്കുറിച്ച് സംസാരിച്ചു. മറുവശത്ത് മിഷൻ കമാൻഡർ റിക് ഹസ്ബൻഡ് ഉത്തരം നൽകിക്കൊണ്ടേയിരുന്നു. പെട്ടെന്ന് ആശയവിനിമയം കട്ടാകുന്നു. അവർ പിന്നീട് ആകെ കേട്ടത് റോജർ എന്ന വാക്ക് മാത്രമാണ്. അവരുടെ ആവശ്യത്തിന് മറുപടിയൊന്നും ലഭിച്ചില്ല. ചാർലി ഹോബോ വീണ്ടും ആശയവിനിമയം പുനഃസ്ഥാപിക്കാൻ ശ്രമിച്ചു. പക്ഷേ മറുവശത്തു നിന്നും മറുപടിയൊന്നും ഉണ്ടായിരുന്നില്ല. 10 മിനിറ്റ് കഴിഞ്ഞു. ശ്രമങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. പക്ഷേ മറുവശത്തു നിന്ന് മറുപടിയൊന്നും അപ്പോഴും ലഭിച്ചില്ല. കൊളംബിയ സ്പേസ് ഷട്ടിലിൽ സ്ഫോടനമുണ്ടായി എന്ന് നാസ സംഘം അറിഞ്ഞിരുന്നില്ല. അവർക്ക് ബന്ധം നഷ്ടപ്പെട്ടു. എല്ലാവരും പരിഭ്രാന്തിയോടെ ആകാശത്തേക്ക് നോക്കി. ഒരു വാൽ നക്ഷത്രം ഭൂമിയിലേക്ക് പതിക്കുന്നത് പോലെ അത് പിളർന്ന് 2 കഷ്ണങ്ങളായി. ടെക്സാസിൽ രാവിലെ 9:12 ഈ ബഹിരാകാശ പേടകത്തിന്റെ കഷ്ണങ്ങൾ ആകാശത്തു നിന്ന് വീഴുകയായിരുന്നു. അപ്പോഴേക്കും നാസ അത് തിരിച്ചറിഞ്ഞു. വിനാശകരമായ എന്തോ സംഭവിച്ചു. ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം പ്രസിഡന്റ് ജോർജ് ബുഷ് രാജ്യത്തെ അഭിസംബോധന ചെയ്തു. കൊളംബിയ നഷ്ടപ്പെട്ടു. അതിജീവിച്ചവർ ആരും തന്നെയില്ല. 7 ബഹിരാകാശ സഞ്ചാരികളും മരണപ്പെട്ടു. അതിലൊരാളായിരുന്നു 40 വയസ്സുള്ള ഇന്ത്യൻ വംശജയായ അമേരിക്കക്കാരി കൽപ്പന ചൗള. ബനാറസി ലാൽ ചൗളയുടെയും സംജ്യോതി ചൗളയുടെയും 4ാമത്തെയും ഏറ്റവും ഇളയതുമായ കുട്ടിയായി ഹരിയാനയിലെ കർണാലിലെ ഒരു യാഥാസ്ഥിതിക കുടുംബത്തിലാണ് 1962 മാർച്ച് 17 കൽപ്പന ചൗള ജനിച്ചത്. മാതാപിതാക്കൾ വിഭജനകാലത്ത് പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലെത്തി. അവൾ സ്കൂളിൽ പോകാൻ തുടങ്ങിയപ്പോഴും അവൾക്ക് ഔദ്യോഗികമായി ഒരു പേരിട്ടിരുന്നില്ല. വീട്ടിൽ എല്ലാവരും അവളെ മോണ്ടു എന്നായിരുന്നു വിളിച്ചിരുന്നത്. അവളുടെ മൂത്ത സഹോദരിയുമായി അവൾ സ്കൂളിൽ പോയപ്പോൾ അവർ അവളുടെ പേര് ചോദിച്ചു. അപ്പോൾ ചേച്ചി പറഞ്ഞു അവൾക്ക് ഇതുവരെ പേരിട്ടില്ല എന്ന്. പേരിന്റെ ആവശ്യകത മുന്നോട്ട് വന്നപ്പോൾ അവൾ തന്നെ ഒരു പേര് തിരഞ്ഞെടുത്തു. ഭാവന എന്നർത്ഥം വരുന്ന കൽപ്പന. പൊതുസമൂഹവുമായുള്ള അവളുടെ പോരാട്ടങ്ങൾ കുട്ടിക്കാലം മുതൽക്കേ തുടങ്ങിയിരുന്നു എന്നാണ് അവളുടെ സഹോദരൻ സഞ്ജയ് ചൗള പറഞ്ഞത്. 1960കളിൽ ലോകത്തിലെ പുരുഷന്മാരുടെ മേധാവിത്വമുള്ള ലോകത്ത് അവൾ പൊരുതുകയായിരുന്നു. ഹരിയാനയിൽ ഇന്നും പലയിടത്തും ആൺകുട്ടികൾക്കാണ് മുൻഗണന. ആകാശത്തുകൂടെ പറക്കുന്ന വിമാനങ്ങൾ കണ്ട് ആ കുഞ്ഞു കൽപ്പനയിൽ സ്വപ്നങ്ങൾ ഉടലെടുത്തു. കുട്ടിക്കാലത്ത് അവൾ അച്ഛനോടൊപ്പം നാട്ടിലെ ലോക്കൽ ഫ്ലൈയിങ് ക്ലബ്ബിൽ പോകുമായിരുന്നു. അവളുടെ താല്പര്യം മാതാപിതാക്കൾ ശ്രദ്ധിക്കാൻ തുടങ്ങി. എന്നാൽ അവൾ വളർന്നപ്പോൾ അവളുടെ അച്ഛനും അവളുടെ പ്രൊഫസർമാരും അധ്യാപകരും ഈ തൊഴിൽ ചെയ്യരുതെന്ന് ഉപദേശിച്ചു. ഈ കരിയർ പാതയിൽ പെൺകുട്ടികൾക്കായി ഒന്നുമില്ലായിരുന്നു. സഹോദരൻ സഞ്ജയ് ചൗള പറഞ്ഞത് ഇങ്ങനെയാണ്: എല്ലാവരും അവളെ നിരുത്സാഹപ്പെടുത്താൻ ശ്രമിച്ചു. അവളോട് അത് ചെയ്യരുതെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ ആർക്കും കൽപ്പനയെ തടയാനായില്ല. പഞ്ചാബ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും അവൾ എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദം പൂർത്തിയാക്കി. തുടർന്ന് യൂണിവേഴ്സിറ്റി ഓഫ് ടെക്സാസിൽ അവൾ ബിരുദാനന്തര ബിരുദം പൂർത്തിയാക്കാൻ അമേരിക്കയിലേക്ക് പോയി. 1988 കൊളറാഡോ സർവകലാശാലയിൽ നിന്ന് എയ്റോസ്പേസ് എഞ്ചിനീയറിംഗിൽ PhD കരസ്ഥമാക്കി. നാസയുടെ അമേസ് റിസർച്ച് സെന്ററിൽ ജോലി ചെയ്യാൻ തുടങ്ങിയപ്പോൾ കൽപ്പന ചൗളയ്ക്ക് 26 വയസ്സായിരുന്നു പ്രായം. ഫ്ലൂയിഡ് ഡൈനാമിക്സ് എയർക്രാഫ്റ്റിലായിരുന്നു അവളുടെ സ്പെഷ്യലൈസേഷൻ. നിരവധി പൈലറ്റ് ലൈസൻസുകൾ ഇതിനോടകം ലഭിച്ചിരുന്നു. എയർപ്ലെയിൻ, ഗ്ലൈഡേഴ്സ്, സീപ്ലെയിൻ എന്നിവ പറത്താൻ അവൾക്കായി. 1994 നാസ ബഹിരാകാശ യാത്രയ്ക്കായുള്ള പരിശീലനത്തിന് 4000 അപേക്ഷകരിൽ 20 പേരെ തിരഞ്ഞെടുത്തു. അവരിൽ ഒരാൾ കൽപ്പന ചൗളയായിരുന്നു. 3 വർഷത്തെ പരിശീലനത്തിന് ശേഷം 1997 നവംബറിൽ കൽപ്പന ബഹിരാകാശത്തേക്കുള്ള തൻ്റെ ആദ്യ യാത്ര നടത്തി. കൊളംബിയ പ്രോഗ്രാം
ഫ്ലൈറ്റ് STS-87. ആ സ്പേസ് ഷട്ടിലിൽ അവൾ 250-ലധികം തവണ ഭൂമിയെ ചുറ്റി 2 ആഴ്ച ബഹിരാകാശത്ത് ചെലവഴിച്ചു. ഇത് 4ാമത്തെ പ്രൊജക്റ്റായിരുന്നു. ആദ്യത്തേത് പ്രൊജക്ട് മെർക്കുറി, രണ്ടാമത്തേത് പ്രൊജക്ട് ജെമിനി, മൂന്നാമത്തേത് ഏറ്റവും പ്രശസ്തമായ അപ്പോളോ പ്രോഗ്രാം. തുടർന്ന് 1981 ആരംഭിച്ച ഈ പ്രൊജക്ട് ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ മനുഷ്യ ബഹിരാകാശ യാത്രാ പദ്ധതിയായിരുന്നു. ഒരേ സ്പേസ് ഷട്ടിൽ തന്നെയാണ് വീണ്ടും വീണ്ടും വിക്ഷേപിക്കാനായി ഉപയോഗിച്ചിരുന്നത്. അതിനാൽ ഓരോ തവണയും പുതിയ ബഹിരാകാശ വാഹനങ്ങൾ നിർമ്മിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഈ പ്രോഗ്രാമിൽ പ്രധാനമായും 2 സ്പേസ് ഷട്ടിലുകൾ ഉപയോഗിച്ചിരുന്നു. ആദ്യത്തേത് ചലഞ്ചർ, രണ്ടാമത്തേത് കൊളംബിയ സ്പേസ് ഷട്ടിൽ. കൊളംബിയ സ്പേസ് ഷട്ടിലിന്റെ 24ാമത്തെ യാത്ര കൽപ്പന ചൗളയുടെ ആദ്യ ബഹിരാകാശ യാത്രയായിരുന്നു. STS-87. അതിൽ അവൾ മിഷൻ സ്പെഷ്യലിസ്റ്റ് ആയിരുന്നു. വിമാനത്തിന്റെ റോബോട്ടിക് ആമിന്റെ പ്രധാന ഓപ്പറേറ്ററായിരുന്നു അവൾ. ഒരു സ്പാർട്ടൻ സാറ്റലൈറ്റിനെ വിന്യസിപ്പിക്കലായിരുന്നു ദൗത്യം. സൂര്യന്റെ പുറംപാളി പഠിക്കാൻ അയക്കുന്ന ഒരു സാറ്റലൈറ്റ്. എന്നാൽ ഈ ദൗത്യത്തിനിടെ എന്തോ സംഭവിച്ചു. അത് അവളുടെ ആത്മവിശ്വാസം കെടുത്തി. 1360 കിലോഗ്രാം ഭാരമുള്ള ഈ സാറ്റലൈറ്റ് നിയന്ത്രണം വിട്ടു പോകുകയും അവൾക്ക് അത് വീണ്ടെടുക്കാൻ കഴിഞ്ഞുമില്ല. 3 ദിവസത്തോളം അത് ബഹിരാകാശത്ത് തന്നെ ഉണ്ടായിരുന്നു. സാറ്റലൈറ്റിനെ അവസാനം തിരികെ കൊണ്ടുവരേണ്ടി വന്നു. ദൗത്യം പരാജയപ്പെട്ടിരുന്നുവെങ്കിൽ പോലും നാസയിലെ ശാസ്ത്രജ്ഞർ അവളെ അഭിനന്ദിച്ചു. ഈ മിഷന് ശേഷം ബഹിരാകാശത്തേക്ക് പോകുന്ന ആദ്യ ഇന്ത്യൻ വംശജയായ സ്ത്രീ കൽപ്പനയായി മാറി. 2003 ജനുവരി 16, സമയം 10:29. കൊളംബിയ സ്പേസ് ഷട്ടിൽ അവസാനമായി ഭൂമി വിട്ടു. ഈ ദൗത്യം ആദ്യം ആസൂത്രണം ചെയ്തത് 2001 13 തവണ വൈകുകയും ചെയ്തു. ഒടുവിൽ 2003 കെനഡി സ്പേസ് സെന്ററിൽ നിന്നാണ് വിക്ഷേപിച്ചത്. മിഷൻ STS-107. കമാൻഡർ എറിക് ഹസ്ബൻഡിന്റെ നേതൃത്വത്തിൽ ആകെ 7 ബഹിരാകാശ യാത്രകളുണ്ടായിരുന്നു. കൂടാതെ 3 മിഷൻ സ്പെഷ്യലിസ്റ്റുകളും, അവരിൽ ഒരാൾ കൽപ്പന ചൗളയായിരുന്നു. 24 മണിക്കൂറും നോൺ സ്റ്റോപ്പ് പരീക്ഷണങ്ങൾ നടത്താനായിരുന്നു ഈ ബഹിരാകാശ യാത്രികരുടെ ദൗത്യം. അവർ 16 ദിവസം ബഹിരാകാശത്തുണ്ടായിരുന്നപ്പോൾ ലൈഫ് സയൻസിലും മെറ്റീരിയൽ സയൻസിലും ഫ്ലൂയിഡ് ഫിസിക്സിലുമായി ഏകദേശം 80 പരീക്ഷണങ്ങൾ നടത്തി. കൽപ്പന ചൗള മൈക്രോഗ്രാവിറ്റിയിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത്. ബഹിരാകാശത്ത് കമ്പഷൻ എങ്ങനെ സംഭവിക്കുന്നു, എങ്ങനെ തീ അണയ്ക്കാം എന്നതൊക്കെയായിരുന്നു പരീക്ഷണ വിഷയങ്ങൾ. ദുരന്തത്തിന് മുമ്പ് കൊളംബിയ സ്പേസ് ഷട്ടിൽ 27 വിജയകരമായ ദൗത്യങ്ങൾ പൂർത്തിയാക്കിയിരുന്നു. ഇപ്പോൾ നിങ്ങൾ ചിന്തിച്ചേക്കാം, ഇത്രയും തവണ ഷട്ടിൽ ഉപയോഗിക്കുന്നത് സുരക്ഷിതമായിരുന്നു. ഇതായിരുന്നു ഈ ദുരന്തത്തിന് പിന്നിലെ കാരണം? ഇല്ല എന്നതാണ് ഉത്തരം. പുനരുപയോഗത്തിനായി പ്രത്യേകം രൂപകൽപ്പന ചെയ്തതാണ് STS പ്രോഗ്രാം. ഷട്ടിൽ പരിശോധിക്കാനും നന്നാക്കാനും നവീകരിക്കാനും ഓരോ ഫ്ലൈറ്റിന് ശേഷവും ഒരു നീണ്ട പ്രക്രിയ ഉണ്ടായിരുന്നു. കൊളംബിയ ദുരന്തത്തിന് പിന്നിലെ യഥാർത്ഥ കാരണം ഒരു ചെറിയ കാരണമായിരുന്നു. കൊളംബിയയുടെ ബാക്കപ്പ് ഫ്ലൈറ്റ് സോഫ്റ്റ്വെയറിന്റെ ഡിസ്പ്ലേയിൽ ചില സന്ദേശങ്ങൾ കാണിച്ചു. ബഹിരാകാശ വാഹനത്തിന്റെ ഇടതുവശത്തെ 4 വീലുകളിൽ പ്രഷർ നഷ്ടപ്പെട്ടു. കൃത്യം 1 മിനിറ്റ് മുമ്പാണ് ഈ മുന്നറിയിപ്പ് വന്നത്. കൊളംബിയയ്ക്ക് ഭൂമിയിലേക്കുള്ള സിഗ്നൽ നഷ്ടപ്പെട്ട സമയം. ക്യാപ്കോം ഇതിനെക്കുറിച്ച് ആശയവിനിമയം നടത്താൻ ശ്രമിക്കുകയായിരുന്നു. ബഹിരാകാശ സഞ്ചാരികൾക്ക് ഇതിനെക്കുറിച്ച് ഒരു വിവരവുമില്ലായിരുന്നു. നാസയിലെ ചിലർക്ക് ഈ പ്രശ്നത്തെക്കുറിച്ച് അറിയാമായിരുന്നു. അപകടത്തിന് 2 മണിക്കൂർ മുമ്പ് മാത്രമല്ല, 16 ദിവസങ്ങൾക്ക് മുമ്പ്. ഷട്ടിൽ വിക്ഷേപിച്ചപ്പോഴാണ് അവർ ഇക്കാര്യം അറിഞ്ഞത്. കൊളംബിയ വിക്ഷേപിച്ച് 81 സെക്കൻഡുകൾക്ക് ശേഷം ഒരു ചെറിയ ഫോം സ്പേസ് ഷട്ടിലിൽ നിന്ന് വേർപെട്ട് ഇടത് ചിറകിൽ കൂട്ടിയിടിച്ചു. കൊളംബിയയുടെ എക്സ്റ്റേണൽ ടാങ്കിനെ പ്രധാന സ്പേസ് ഷട്ടിലുമായി ബന്ധിപ്പിക്കാനാണ് ഈ ഫോം ഉപയോഗിച്ചിരുന്നത്. വലിപ്പത്തിൽ വളരെ ചെറുതായിരുന്ന ഈ ഫോം മണിക്കൂറിൽ ഏകദേശം 700 മുതൽ 900 കിലോമീറ്റർ വേഗതയോടുകൂടി വളരെ വേഗത്തിൽ ഇടതുവിങ്ങിൽ വന്നടിച്ചു. ഈ സംഭവം കഴിഞ്ഞ് 2-3 ദിവസത്തിന് ശേഷം നാശനഷ്ടങ്ങൾ പരിശോധിക്കാനും ചില ചിത്രങ്ങൾ എടുക്കാനും വേണ്ടി അമേരിക്കൻ സ്പൈ ക്യാമറ സാറ്റലൈറ്റിന്റെ സഹായം ഉപയോഗിക്കാനായി എഞ്ചിനീയർമാർ STS പ്രോഗ്രാം മാനേജർ റോൺ ഡി ഡിറ്റമോറിനോട് ചോദിച്ചിരുന്നു. എന്നാൽ ഈ ആവശ്യം ചീഫ് നിരസിച്ചതായി എഞ്ചിനീയർമാർ പറഞ്ഞു. അതുകൊണ്ടാണ് ഈ ഒരു സംഭവത്തിന് ശേഷം തൻ്റെ തെറ്റ് അംഗീകരിച്ചുകൊണ്ട് 2003 ഏപ്രിലിൽ അദ്ദേഹം തൻ്റെ സ്ഥാനം രാജിവെച്ചത്. സ്പേസ് ഷട്ടിൽ ഭൂമിയിലേക്ക് മടങ്ങി വരുന്ന സമയം ബഹിരാകാശ വാഹനത്തിന്റെ ഇടത് ചിറകിലാണ് ഫോം കാരണം കേടുപാടുകൾ സംഭവിച്ചത്. അത് അവിടെ ഒരു ചെറിയ ദ്വാരമുണ്ടാക്കി. അത് ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് ഇറങ്ങുന്ന നേരം നാശനഷ്ടം കൂടുതൽ വലുതായി. ചെറിയ ദ്വാരമായതിനാൽ എയർ ലീക്കേജ് ആകാൻ തുടങ്ങി. സാധാരണയായി ഒരു ഹീറ്റ് പ്രൊട്ടക്ഷൻ സംവിധാനമുണ്ട്. എന്നാൽ ഈ എയർ ലീക്ക് കാരണം ദ്വാരം വലുതായി. അത് സംഭവിച്ച ഉടൻ ഒരു സ്യൂട്ട് കേസ് വലിപ്പത്തിൽ ഒരു ഇൻസുലേഷൻ കഷ്ണം തകർന്നുപോയി. ഇതുമൂലം ഇടതുവിങ്ങിലെ സെൻസറുകളുടെ പ്രവർത്തനം ആദ്യം നിലച്ചു.
താപനില റീഡിങ്ങുകൾ ലഭ്യമല്ലാതെയായി. ബഹിരാകാശ പേടകം കഷ്ണങ്ങളായി പിളരാൻ തുടങ്ങി. നിലത്തിരിക്കുന്ന ആളുകൾ ഈ വീഡിയോ പകർത്തുമ്പോൾ ആകാശത്തു നിന്നും ഒരു ഫ്ലാഷ് ലൈറ്റ് തിളങ്ങി വരുന്നത് പോലെ കാണപ്പെട്ടു. ഒരു ചെറിയ ഫോം ഈ ദുരന്തത്തിന് കാരണമായി. കൂടാതെ 7 പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു. ഈ സംഭവത്തിന് ശേഷം നാസ ഈ സ്പേസ് ഷട്ടിൽ പ്രോഗ്രാം 2.5 വർഷത്തേക്ക് നിർത്തി. ഏറ്റവും പ്രധാനമായി ഫോം റാമ്പിൻ്റെ രൂപകൽപ്പനയും മാറ്റി. 20 വർഷങ്ങൾക്ക് ശേഷവും അങ്ങനെ ഒരു സംഭവം ആവർത്തിച്ചില്ല. 30 വർഷങ്ങൾക്ക് ശേഷം ഈ പ്രൊജക്റ്റിന് കീഴിൽ 135 ദൗത്യങ്ങൾ നടത്തുകയും ചെയ്തു. ഈ 30 വർഷത്തിനിടെ നിർഭാഗ്യകരമായ അപകടങ്ങളിൽപ്പെട്ട് 14 ജീവൻ നഷ്ടപ്പെട്ടു. അവരിൽ ഒരാൾ കൽപ്പന ചൗളയായിരുന്നു. ദശലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതത്തിൽ കൽപ്പന ചൗളയുടെ സ്വാധീനം ഇന്നും കാണാം. ശാസ്ത്ര വിദ്യാഭ്യാസത്തിൽ കൽപ്പനയ്ക്ക് അതിയായ താൽപ്പര്യമുണ്ടായിരുന്നു. ഇന്ത്യയിലെ എല്ലാ പെൺകുട്ടികൾക്കും അത്തരമൊരു വിദ്യാഭ്യാസം ലഭിക്കണമെന്ന് അവൾ ആഗ്രഹിച്ചിരുന്നു. കർണാലിലെ അവളുടെ സെക്കൻഡറി സ്കൂളിൽ അവിടെ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് നാസയുടെ സമ്മർ സ്പേസ് എക്സ്പീരിയൻസ് പ്രോഗ്രാമിൽ പങ്കെടുക്കാം. മാർസിനും ജൂപ്പിറ്ററിനും ഇടയിലുള്ള ആസ്ട്രോയിഡുകൾക്ക് മരണപ്പെട്ട ക്രൂ അംഗങ്ങളുടെ പേര് നൽകി അവരെ ആദരിച്ചു. ഇന്ന് നമ്മുടെ സൗരയൂഥത്തിൽ എവിടെയോ അകലെ ഒരു ആസ്ട്രോയിഡ് സൂര്യനെ ചുറ്റുന്നു. 51826 കൽപ്പന ചൗള.